Meet the editors. ഉണ്ണിബാലകൃഷ്ണൻ, സൂര്യോദയ ബജറ്റ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തൻ്റെ ബജറ്റ് പ്രസംഗ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം നടത്തിയത്. ആശാവഹമാണ്. എന്നെ സംബന്ധിച്ച് ഈ ബജറ്റ് ആശാവഹമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ ഈ ബജറ്റ് എത്രത്തോളം പരിശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ക്ഷേമ പദ്ധതികൾ നിലവിലെ സാമ്പത്തിക അവസ്ഥയിൽ നിന്നുകൊണ്ട് ബജറ്റിന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിലൊക്കെ ആശങ്കകളുള്ളപ്പോഴും ഈ ബജറ്റ് ഒരു ഫോർവേഡ് ലുക്കിംഗ് ബജറ്റാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു അടിത്തറ പാകലാണ്. അത് സ്വാഭാവികമായും ഒരു നയവ്യതിയാനത്തിലൂടെയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ആ നയവ്യതിയാനം എന്ന് പറയുന്നത്? ആ നയവ്യതിയാനം എന്ന് പറയുന്നത് സ്വകാര്യ പങ്കാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സ്വകാര്യ പങ്കാളിത്തത്തോട് എപ്പോഴും മുഖം തിരിഞ്ഞു നിൽക്കുന്നൊരു സമീപനം നമുക്കുണ്ട്. ആ സമീപനത്തിൽ നിന്നൊരു മാറ്റം വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന ബോധ്യം CPM-നെ പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ടാകുന്നത് നല്ലതാണ്. സ്വകാര്യ പങ്കാളിത്തത്തിൻ്റെ മോശപ്പെട്ട വശങ്ങളെ ചെക്ക് ചെയ്യാൻ നമുക്ക് കഴിയും. അങ്ങനെ കഴിയുമ്പോൾ നമുക്ക് പുരോഗതിയുടെ ഒരു പാത പുതുതായി നിർമ്മിക്കാനും കഴിയും. ഇപ്പോൾ കേരളം അതിന് പാകമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ സ്വകാര്യ പങ്കാളിത്തത്തിന് ഇപ്പോൾ നോക്കൂ, ഇപ്പം നമ്മുടെ എല്ലാ മേഖലകളും ഈ ബജറ്റിൽ എടുത്തു നോക്കിയാൽ ടൂറിസം, വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള എല്ലാ കായിക മേഖല, മെഡിക്കൽ മേഖല, ആരോഗ്യരംഗം, ഈ രംഗങ്ങളിലൊക്കെ നമ്മൾ വാതിൽ തുറന്നിടുകയാണ് സ്വകാര്യ പങ്കാളിത്തത്തിന് വേണ്ടി. കേരളത്തിൻ്റെ കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ ഒരു പുരോഗതിയുടെ സൂചകമായി ഞാൻ കാണുന്നത് അടിസ്ഥാന സൗകര്യ മേഖലയിൽ സംഭവിക്കുന്ന വികാസമാണ്. പശ്ചാത്തല സൗകര്യ മേഖലയിൽ സംഭവിക്കുന്ന വികാസമാണ്. നോക്കൂ, നമ്മുടെ ദേശീയപാത വികസനം ഒരു നല്ല ഉദാഹരണമാണ്. അതുപോലെ നമ്മൾ മലയോര പാത വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു, നമ്മൾ തീരദേശ പാത വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു, നമുക്ക് വാട്ടർ മെട്രോ വികസിച്ചു വരുന്നു, നമ്മളുടെ കൊച്ചി മെട്രോ ഇപ്പോൾ തന്നെ സജീവമായിരിക്കുന്നു, തിരുവനന്തപുരം കോഴിക്കോട് മെട്രോകൾ വരാൻ പോകുന്നു. ഇത്തരത്തിൽ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിച്ചു വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഈ പറയുന്ന ഇന്നീ ബാലഗോപാൽ പറഞ്ഞിരിക്കുന്ന ഈ ഡെവലപ്മെൻറ്റ് സോൺ എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. അതെ, അതിനകത്ത് ഏറ്റവും നല്ല ഉദാഹരണമായി ഈ ബജറ്റ് പറയുന്നത് നിശ്ചയമായും വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം ഒരു ഡെവലപ്മെൻറ്റ് സോണാണ്. നമുക്ക് വലിയ മാരിടൈം എക്കണോമി ഉണ്ടാക്കാൻ കഴിയുമെന്നേ. നമുക്ക് ഈ ഒരു കടലിൻ്റെ ഒരു അനുഗ്രഹമുള്ള ജനത എന്നുള്ള നിലയ്ക്ക് കടലുമായി ബന്ധപ്പെട്ട വലിയൊരു സമ്പദ് വ്യവസ്ഥ ബിൽഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു വലിയ വികസനം ഉണ്ടാകുന്ന ഒരു ഹബ്ബായിട്ട് അത് വികസിച്ചു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടൂറിസം മേഖലയിൽ വലിയ സ്വകാര്യ പങ്കാളിത്തം വരാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ആരോഗ്യ മേഖലയിൽ നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഒരു സ്വകാര്യ പങ്കാളിത്തത്തിലേക്ക് വാതിൽ തുറന്നിടുന്ന രീതിയിൽ നമ്മുടെ സമ്പത്തിനെ, ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയെ ഒരു പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് നയിക്കാനുള്ള തുടക്കമായിട്ട് ഞാൻ ഈ ബജറ്റിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ആശാവഹമാണെന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം. ഇപ്പോൾ നമ്മൾ ഈ നയവ്യതിയാനം എന്ന് പറയുമ്പോൾ CPM-ൻ്റെ ഈ നയവ്യതിയാനത്തിൽ ഇതൊരു പുതിയ കാര്യമല്ല എന്ന് നമ്മൾ ആദ്യം ബോധ്യപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ കേരളയിൽ പോലൊരു പദ്ധതി CPM ആവിഷ്കരിക്കുമ്പം CPM-ൻ്റെ ഒരു പ്രശ്നം എന്താ? ഇപ്പോൾ ഒരുപാട് ആളുകൾ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന ഒരു പദ്ധതിയാണല്ലോ അത്. അതുപോലെ തന്നെ നമ്മുടെ വയലുകൾ നശിക്കുന്ന ഒരു പ്രശ്നമുണ്ട്, കേരളത്തിൻ്റെ പാരിസ്ഥിതിക പ്രശ്നമുണ്ട്. കേരളയിൽ അതിശക്തമായി മുന്നോട്ട് വെച്ച ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. കർഷക സംഘം എതിർത്തതായിരുന്നു, അതിശക്തമായ എതിർപ്പാണ് കേരളയിൽ പദ്ധതിയോട് കർഷക സംഘം എടുത്ത നിലപാടതായിരുന്നു. എന്നിട്ട് കർഷക സംഘത്തിൻ്റെ കേന്ദ്ര കമ്മിറ്റിക്ക് അതിനനുകൂലമായി പ്രമേയം പാസ്സാക്കേണ്ടി വന്നു. അപ്പോൾ ആ രീതിയിൽ കേരളയിൽ പോലൊരു പരിപാടി കൊണ്ടുവരുന്ന അങ്ങനെയൊക്കെ ആലോചിക്കുന്നു CPM എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് നമ്മളുടെ മെമ്മറി വളരെ ഷോർട്ടായി പോകുന്നതുകൊണ്ടാണ്. ഇപ്പോൾ 2022 മാർച്ചിലാണ് എറണാകുളത്ത് CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം നടന്നത്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം ഞാൻ പറയുന്നത് 2022 മാർച്ചിൽ. അന്ന് ഏറ്റവും വലിയ വിവാദം എന്തായിരുന്നു? പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരള വികസന രേഖ എന്നതായിരുന്നു. നവകേരള വികസന രേഖയിൽ പിണറായി വിജയൻ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, മുന്നോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട ആവശ്യം, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തം ഉണ്ടാകണം, വിദേശ സർവകലാശാലകൾ വരണം. അത് വലിയ വിവാദമായിട്ട് നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകരും എല്ലാ മാധ്യമങ്ങളും അക്കാലത്ത് ചർച്ച ചെയ്യുകയുണ്ടായി. അതായത് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ പൂർണ്ണമായും കോർപ്പറേറ്റുകൾക്ക് അടിപ്പെടുത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അത് നികേഷ് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ആ നയവികസന രേഖ എന്ന് പറയുന്നത് അന്ന് ഈ പറയുന്ന സീതാറാം യെച്ചൂരിയുമായിട്ട് മാതൃഭൂമി ഒരു അഭിമുഖം നടത്തുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൽ ഇങ്ങനെ പറയുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരള വികസന രേഖ CPM-ൻ്റെ ഇതുവരെയുള്ള നയപരിപാടികളിൽ നിന്നുള്ള വ്യതിചലനമല്ലേ എന്നാണ് ചോദ്യം. ഈ വീക്ഷണത്തോട് യോജിക്കാനാവില്ല മറുപടിയാണ്. കാരണം പാർട്ടി പരിപാടിക്ക് അനുസൃതമായുള്ള വികസന രേഖയാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത്. നിലവിലുള്ള മൂർത്ത സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പാർട്ടി നയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശകലനമാണ് പിണറായിയുടെ രേഖയിലുള്ളത്. അതെങ്ങനെയാണ് വ്യതിചലനമാകുക? കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ കൃത്യമായി വായിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. അതിനകത്ത് പ്രധാനമായ ചോദ്യം വരുന്നത് ഈ പറയുന്ന
സ്വകാര്യ നിക്ഷേപകർ വരുന്നത് ലാഭം ലക്ഷ്യമിട്ടാണെന്നും താങ്കളുടെയോ പിണറായി വിജയൻ്റെയോ പടം കണ്ടിട്ടല്ലെന്നും താങ്കൾ പറയുകയുണ്ടായി. വസ്തുത അതാണെന്നിരിക്കെ താങ്കൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ സമൂഹ പോട്ടെ, ഞാൻ പറയുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള അതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. അത് സമൂഹ നിയന്ത്രണം കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഈ പറയുന്ന കോർപ്പറേറ്റ് ശക്തികളുടെ ഈ ചൂഷണത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്നും സീതാറാം യെച്ചൂരി പറയുന്നു. അപ്പോൾ അതിനുശേഷം നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കുന്നുണ്ട്, ഇതൊരു കരടല്ല, ഇതൊരു രേഖയാണ്, ഇത് തീരുമാനമെടുത്തു കഴിഞ്ഞു, ഇനി ഇത് പ്രിന്റ് ചെയ്ത് LDFിൻ്റെ ഘടകകക്ഷികൾക്ക് കൊടുക്കും, കൊടുത്തതിന് ശേഷം ഞങ്ങളിത് നടപ്പാക്കും എന്ന് പറഞ്ഞു. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 2 വർഷം മുമ്പ് പാർട്ടി എടുത്തിട്ടുള്ളൊരു തീരുമാനമാണ് ഇന്ന് ഈ ബജറ്റിൽ വന്നിരിക്കുന്ന ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യ നിക്ഷേപം അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ അർത്ഥത്തിൽ ഒരു ഫോർവേഡ് ലുക്കിംഗ് ബജറ്റാണിത് എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ബജറ്റിനോടുള്ള എൻ്റെ ഒരു വിയോജിപ്പ് എന്ന് പറയുന്നത് പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ടാണ്. അതെൻ്റെ ഒരു നിലപാടാണ്. അതായത് പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ റവന്യൂ ചിലവിൻ്റെ 20% എന്ന് പറയുന്നത് നമ്മൾ പെൻഷൻ കൊടുക്കാനാണ് മാറ്റിവെക്കുന്നത്. അപ്പോൾ 2004 കേന്ദ്ര സർക്കാർ ഈ പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവരുന്നത്. 2013 നമ്മളത് നടപ്പാക്കുന്നത്. പങ്കാളിത്ത പെൻഷൻ്റെ സ്വഭാവത്തിൽ എന്താണ്? 10% തൊഴിലാളി നൽകുന്നു, 10% സർക്കാർ വയ്ക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം റവന്യൂ ചിലവിൻ്റെ 20% നമ്മൾ പങ്കാളിത്ത പെൻഷനായി നൽകുമ്പോൾ ഇത് ഭാവിയിൽ നമ്മളുടെ പെൻഷൻ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു ബാധ്യതയായിട്ട് വരുന്നത് 4.2% ആയിരിക്കും. അപ്പോൾ 4.2% കുറയാന്ന് പറഞ്ഞാൽ 16% നമ്മൾ സംരക്ഷിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. ഒരു വലിയ ബാധ്യതയാണ് ഈ പെൻഷൻ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കയ്യിൽ. ഇപ്പോൾ തന്നെ നമ്മുടെ കണക്ക് പ്രകാരം എന്ന് വെച്ചാൽ പെൻഷൻ, ശമ്പളം, പലിശ 80% കണ്ടാണ് നമ്മളുടെ ചിലവെന്ന് പറയുന്നത്. 82%. അപ്പോൾ അതിൽ ഈ പെൻഷനെ ഇത് ലോകത്തെവിടെയും ഇപ്പോൾ ഇങ്ങനെയാണ് ആ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പങ്കാളിത്ത പെൻഷനാണ് എല്ലായിടത്തും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ എക്കോണമിയും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ന് മാത്രമല്ല 2039 മുതൽ 2044 വരെയുള്ള കാലഘട്ടത്തിൽ ഒറ്റ പൈസ പെൻഷൻ കൊടുക്കേണ്ടി വരത്തില്ല. കാരണം എന്താ അറിയോ, ആ സമയത്ത് വിരമിക്കലുകൾ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ 56 വയസ്സ് 60 വയസ്സായിട്ട് ഉയർത്തി കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഗുണവും കൂടി കിട്ടും. അങ്ങനെ വരുമ്പോൾ 2040 ഈ പെൻഷൻ ബാധ്യത എന്ന് പറയുന്നത് ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ്. അതൊരു എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്ലാനാണ്, നല്ല പദ്ധതിയാണ്. അതാണിപ്പോൾ പുനഃപരിശോധിക്കുന്നത് പറഞ്ഞത്. അതിനകത്ത് എനിക്ക് വ്യക്തമായി വിയോജിപ്പുണ്ട്. അതിൻ്റെ ഒരു ഘടകമായിട്ട് ഞാൻ കാണുന്നത് ഈ സർവീസ് സംഘടനകളുടെ, കാരണം എന്താ അറിയാം, ഈ പെൻഷൻ എന്ന് പറഞ്ഞാൽ മിനിമം പെൻഷൻ അഷ്വേർഡാണ്. ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്കീം 5000 രൂപ അഷ്വേർഡാണ്. അതുപോലെ വിരമിക്കുന്ന സമയത്ത് ആ മാസം വാങ്ങിക്കുന്ന ശമ്പളത്തിൻ്റെ പകുതിയാണ് പെൻഷൻ. ഇതൊന്നും സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലെ അവസാനം ഫോർമുലയുണ്ട്. ആ ഫോർമുല ഡിവൈഡഡ് ബൈ 30 എന്നൊക്കെ പറഞ്ഞ ഫോർമുല. ഓക്കെ, എന്തായാലും ഇതാഴത്തെ പങ്കാളിത്ത പെൻഷനാകുമ്പോൾ ആ അടയ്ക്കുന്നതിന് ആനുപാതികമായ പെൻഷനാണ് കിട്ടുന്നതെന്നുള്ളൊരു പ്രശ്നം വരുന്നതുകൊണ്ട് സർവീസ് സംഘടനകൾ ഇതിനെ ശക്തമായി എതിർത്തിരുന്നല്ലോ. ആ എതിർപ്പിന് കൺസീഡ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ എക്കോണമിയെ ഫോർവേഡ് ലുക്കിംഗ് ആയിട്ട് ഈ ബഡ്ജറ്റ് കാണുമ്പോഴും അത്തരത്തിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മറ്റൊരു പദ്ധതി പിൻവലിക്കപ്പെടുന്നു എന്നുള്ളത് ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അവിടെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഞാൻ കാണുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയിട്ട് ഈ പുനഃപരിശോധനയിലേക്ക് പോകുന്നു. ആ പുനഃപരിശോധന യഥാർത്ഥത്തിൽ ഒരു നല്ല ലക്ഷണമല്ല, വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇക്കോണമിക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നൊരു വിലയിരുത്തലൂടെ എനിക്ക് ആദ്യഘട്ടത്തിൽ പറയാനുണ്ട്. ആദ്യഘട്ടത്തിൽ ബഡ്ജറ്റ് ആശാവഹം തന്നെയാണ്. എന്നാൽ ആശാവഹമാണ് എന്ന് പറയുമ്പോഴും അതിൽ ആശങ്കയുണ്ട് എന്നുകൂടിയാണ് ഞാൻ കൂട്ടിച്ചേർക്കുക. ആശാവഹം എന്ന് പറയുന്നത് ധനമന്ത്രി ഇന്ന് പ്രസംഗം ആരംഭിക്കുന്നത് തന്നെ ഈ സൂര്യോദയ ബജറ്റ് എന്ന് പറയുന്ന ഒരാശയത്തെ മുൻനിർത്തിക്കൊണ്ടുമാണ്. സൂര്യോദയ മേഖലകളിലേക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ബജറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സൺറൈസ് സെക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. നിർമ്മലാ സീതാരാമനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ സൺറൈസ് സെക്ടേഴ്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ചിപ്പുമായി ബന്ധപ്പെട്ട ചില ഗവേഷണങ്ങൾ നടത്തുന്നതിന്, അതുമായി ബന്ധപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് ഒക്കെ ഇന്ത്യയിൽ തന്നെ നിർമ്മാണം നടത്തി മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ളത് ആ അർത്ഥത്തിൽ ഇത്തരം സൂക്ഷ്മമായിട്ടുള്ള സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തുന്ന വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങണം എന്നതായിരുന്നു ഈ സൺറൈസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത്. ഇലക്ട്രോണിക്സുമായിട്ടും കമ്പ്യൂട്ടറുമായും ബന്ധപ്പെട്ട് നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റിനെ ഉപയോഗിക്കാൻ പറ്റുന്നതാണത്. യഥാർത്ഥത്തിൽ അതൊരു ആശാവഹമായ ഒരു കോൺസെപ്റ്റായിരുന്നു. ഈ സൺറൈസ് മേഖലകളിലേക്കുള്ള നമ്മളുടെ സർക്കാരിൻ്റെ ശ്രദ്ധ പോകുന്നു എന്നുള്ളത് അങ്ങനെ തന്നെ വേണം. കാര്യം ഓരോ കാലഘട്ടത്തെയും ചലിപ്പിക്കുന്നത് അതാത് കാലഘട്ടങ്ങളിലെ സൺറൈസ് സെക്ടേഴ്സിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ സൺറൈസ് സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ബഡ്ജറ്റിൽ ഞാൻ ആകെ തപ്പി ഇതിനകത്ത് എവിടെയാണ് കേരളത്തിലെ ഈ സൺറൈസ് സെക്ടർ എന്ന് പറയുന്നൊരു സെക്ടർ ധനമന്ത്രി കണ്ടെത്തിയിരിക്കുന്നത്. ഞാൻ അല്പസമയം മുമ്പ് ചർച്ചയ്ക്കെത്തിയ ആദികേശവൻ എന്ന നമ്മുടെ സാമ്പത്തിക വിദഗ്ധരോടും ചോദിച്ചു, ഈ ബഡ്ജറ്റ് താങ്കൾ വായിച്ചു നോക്കിയപ്പോൾ താങ്കൾക്കൊരു സൺറൈസ് സെക്ടർ കണ്ടെത്താൻ സാധിച്ചു? സൺറൈസ് സെക്ടറിനെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ, ഉദാഹരണത്തിന് പാരമ്പര്യേതര ഊർജ്ജത്തെക്കുറിച്ചുള്ള പദ്ധതികൾ വരുന്ന 2000 കാലഘട്ടങ്ങളിൽ അതൊരു സൺറൈസ് മേഖലയായിരുന്നു. അനേർട്ടൊക്കെ വരുന്നത് ഈ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നത് അക്കാലഘട്ടത്തിലെ ഒരു സൺറൈസ് സെക്ടറായിരുന്നു.
അതിനെയാണ് കേരളത്തിൽ ദുരുപയോഗം ചെയ്ത് രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്തത്. ഒരു സൺറൈസ് സെക്ടറിനെ എങ്ങനെയാണ് കേരളം ദുരുപയോഗം ചെയ്തത് എന്നതിൻ്റെ ചരിത്രമാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലുണ്ടായത്. മറ്റൊരു സൺറൈസ് മേഖലയാണ് 1945കളിൽ ഇന്നത്തെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന അന്നത്തെ കാലിഫോർണിയയിൽ IT പാർക്കുകൾ തുടങ്ങുന്നത് വഴി. അന്ന് സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ ബഡ്ജറ്റ് ഒരു പാർക്കിലാണ് ഈ സിലിക്കൺ വാലിയുടെ തുടക്കം എന്ന് പറയുന്നത്. അത് ആ കാലഘട്ടത്തിലെ കാലിഫോർണിയയിലെ സൺറൈസ് പ്രോജക്റ്റ്. ഫ്ലോപ്പി ഡിസ്കുകളും CD-കളും ഉണ്ടാക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളുണ്ടായിരുന്നു. അത് ആ കാലഘട്ടത്തിലെ മറ്റൊരു സൺറൈസ് ആയിരുന്നു. IT മേഖലയുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് 2010കളിലെ സൺറൈസ് മേഖലയായിരുന്നു. അപ്പോൾ എന്താണ് കേരളത്തിൻ്റെ സൺറൈസ് മേഖല എന്ന് തപ്പി നോക്കിയപ്പോൾ എനിക്കതിൽ സൺറൈസ് മേഖല എന്ന ഒരു മേഖല കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മേഖല സൺറൈസ് മേഖല മാത്രമല്ല, സൺറൈസ് അത് ഓൾറെഡി 2018കളിൽ തന്നെ പഠിയും മറ്റു രാജ്യങ്ങളും ആ AI കോഴ്സുകളും AI യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു കഴിഞ്ഞു. വി ഡോണ്ട് ഹാവ് എ യൂണിവേഴ്സിറ്റി സാർ. നമ്മുടെ IT പഠിപ്പിക്കുന്ന സർവകലാശാലയിൽ ഒരു പേപ്പർ മാത്രമാണ്, ഒരു പേപ്പറിൽ 1-2 കുഞ്ഞു മൊഡ്യൂൾ മാത്രമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടി സർവകലാശാലയുണ്ട് ദുബായിൽ. ആ സർവകലാശാലകളും അതിനു വേണ്ടുന്ന എഞ്ചിനീയറിംഗ് സിലബസുകളും അവിടെ പഠിപ്പിച്ചു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. AI സ്കൂൾ തലം മുതൽ പഠിപ്പിച്ചു തുടങ്ങുന്നു വിദേശ രാജ്യങ്ങളിൽ. അവിടെ ഒരു സംശയം ചോദിച്ചു, അതായത് ഇപ്പം ഒരു ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് മാത്രമേ ഒരു സൺറൈസ് ഇക്കോണമി എന്ന കൺസെപ്റ്റ് വരാവൂ എന്നില്ലല്ലോ, ഒരാശയവുമായി ബന്ധപ്പെട്ടും വരാം. ഇപ്പോൾ ഞാൻ നേരത്തെ വിശദീകരിക്കാൻ ശ്രമിച്ചത് അത്തരത്തിലൊരു സൺറൈസ് വരുന്നു എന്ന് പറയുന്നത് ഈ പറയുന്ന നയവ്യതിയാനമാണ്. നമ്മളുടെ ഒരു ഇൻഫ്രാ പുഷ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ഭാഗമായി ഡെവലപ്മെന്റ് സോണുകൾ രൂപപ്പെട്ടു വരുന്നു. ആ ഡെവലപ്മെന്റ് സോണുകളുടെ പങ്കാളിത്തം എനിക്ക് മനസ്സിലായി. അതായത് എക്സ്ക്ലൂസീവ് ഡെവലപ്മെന്റ് സോൺ ഇത് ആദ്യത്തെ ആശയമല്ല, സ്പെഷ്യൽ എക്കണോമിക് സോൺ അല്ല. പക്ഷെ നമ്മൾ ഇവിടുന്ന് മാറുന്നു എന്ന് പറയുമ്പോൾ ഇപ്പൊ നേരത്തെ കിഫ്ബി വഴിയേ വരാൻ കഴിയുള്ളൂ അല്ലെ. ഇപ്പൊ ഒരു പദ്ധതി നിങ്ങൾ ഇപ്പൊ കിഫ്ബി ഇല്ല, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്യുകയാണ്. ഓപ്പൺ അപ്പ് ചെയ്തുകൊണ്ട് ഇപ്പൊ ടൂറിസത്തിന്റെ മേഖലയിലേക്ക് വരാം, ആരോഗ്യ മേഖലയിലേക്ക് വരാം, വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരാം. ഇപ്പൊ നോളജ് ഇക്കോണമി എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണല്ലോ. നമ്മളപ്പം എന്തിനാണ് ഈ വിദ്യാഭ്യാസ മേഖല ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത്? അപ്പൊ നമുക്കത് ഓപ്പൺ അപ്പ് ചെയ്യാം. അങ്ങനെയാണ് വിദേശ സർവകലാശാല വരട്ടെ, സ്വകാര്യ പങ്കാളിത്തം വരട്ടെ, എന്നിട്ട് ഈ നോളജ് എക്കോണമി ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഒരു ആശയം എന്ന നിലയ്ക്കും വേണമെങ്കിൽ സൺറൈസ് ഇക്കോണമി. അവിടെയാണ് അതിനകത്തൊരു ചെറിയ അപകടമുള്ളത്. അതായത് നമ്മളതിനെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെയും ഡിമാൻഡിന്റെ ചലനാത്മകതയുടെയും ഉൽപാദന വളർച്ചയുടെയും അടിസ്ഥാനത്തിലാണ് ഈ സൺറൈസ് മേഖലയെ നിർവചിക്കാൻ സാധിക്കുക. ഇതൊരു നോളജ് എക്കണോമി എന്നുള്ളത് ഒരു വിദ്യാഭ്യാസത്തെ കൂടുതൽ സമൂഹത്തിന്റെ ചലനാത്മകതയ്ക്ക് ഉപയോഗിക്കുന്ന ആശയം എന്ന രീതിയിലും വിദ്യാഭ്യാസം കൊടുക്കുന്ന ആളുകളെ സൃഷ്ടിക്കുന്ന ഹബ്ബ് എന്ന രീതിയിലുമാണ് നമ്മൾ വളരാൻ പോകുന്നത് എന്നുള്ളതാണ് നോളജ് എക്കണോമി എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരുന്നത്. ആ നോളജ് എക്കണോമി ഒരു സൺറൈസ് സെക്ടർ അല്ല. കാരണം നോളജ് എക്കണോമിയിലെ ഏത് നോളജാണ് നിങ്ങൾ കൊടുക്കുന്നത്, ആ നോളജിന് ഡിമാൻഡ് ഉണ്ടാവണം. അപ്പോൾ IT മേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു സൺറൈസ് മേഖലയായി തീർന്നത്. എപ്പോൾ 10 വർഷങ്ങൾക്ക് മുമ്പ്. അതായത് 10 വർഷങ്ങൾക്ക് മുമ്പ് ഉദിച്ച് ഇപ്പോൾ ഉച്ചയായി തീർന്നിരിക്കുന്ന ഒന്നിനെ നിങ്ങൾക്ക് സൺറൈസ് എക്കണോമി എന്ന് പറയാൻ കഴിയുമോ എന്നതാണ് എൻ്റെ അക്കാദമിക് ആയിട്ടുള്ള ചോദ്യം. ഞാൻ പറയുന്നത് അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്നു സൂര്യൻ, അതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് അതിനെ സൺറൈസ് എന്ന് പറയാൻ കഴിയുമോ എന്നുള്ള ഒരു ടെക്നിക്കൽ ചോദ്യമാണ്, ഒരു ആശങ്കയാണ്, ഒരു സംശയമാണ് എനിക്കുള്ളത്. കാര്യം നമ്മൾ നോക്കൂ, 3 മേഖല: ഉന്നത വിദ്യാഭ്യാസം, ടൂറിസം, പിന്നീടുള്ളത് വ്യവസായം. അതിൽ തന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതി വിഹിതങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ. ഇത് 3ഉം സൺറൈസിൻ്റെ കൃത്യമായ നിർവചനത്തിൻ്റെ പരിധിയിൽ പെടുന്നില്ല എന്നതാണ് എൻ്റെ ഒരു ആക്ഷേപം. രണ്ടാമത്തെ ഒരു കാര്യം കൂടി, 3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് ധനമന്ത്രി ഈ ബജറ്റിൽ പരാമർശിച്ചിരിക്കുന്നത്. 3 ലക്ഷം കോടി രൂപ വരണമെങ്കിൽ ഓരോ വർഷവും എത്ര ലക്ഷം കോടി വരണം? 1 ലക്ഷം കോടി വരണം. അപ്പോഴാണ് ഈ ബഡ്ജറ്റിലെ ഒരു ചെറിയ ഇഷ്യൂ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ബഡ്ജറ്റിൽ ഈ 2018, 21, 22, 23 3 സാമ്പത്തിക വർഷങ്ങളിലെ ക്യാപിറ്റൽ ഔട്ട്ലേ, അതായത് പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കിയിരിക്കുന്ന മൂലധനം, സർക്കാർ ചിലവാക്കിയിരിക്കുന്ന മൂലധനം എത്രയാണ്? ആ മൂലധനത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ 14,000 മുതൽ 15,000 കോടി വരെ മാത്രമാണ് ഓരോ വർഷത്തിൻ്റെയും. ഏറ്റവും മാക്സിമം 15,000 കോടിയാണ് ഇനി വരാൻ പോകുന്ന സാമ്പത്തിക വർഷം. എന്ന് പറഞ്ഞാൽ മൂലധന നിക്ഷേപം, അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ 14,000 കോടി ശരാശരി മുടക്കുമ്പോൾ ആ വർഷം സർക്കാർ പ്രതീക്ഷിക്കുന്നത് 1 ലക്ഷം കോടിയുടെ നിക്ഷേപം വരണമെന്നാണ്. കഴിഞ്ഞ വർഷം 14,000 കോടിയായിരുന്നു ക്യാപിറ്റൽ ഔട്ട്ലേ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഉപയോഗിച്ചത്. നമുക്ക് എത്ര കിട്ടി? വിഭവ സമാഹരണം ഒന്നും ഉണ്ടായില്ല. അതിന് തൊട്ട് മുമ്പത്തെ വർഷം 13,800 ആയിരുന്നു, അപ്പോഴും നമുക്ക് മാറ്റമുണ്ടായില്ല. എന്ന് പറഞ്ഞാൽ 15,000 ക്യാപിറ്റൽ ഔട്ട്ലേ വെച്ചുകൊണ്ട് 1 ലക്ഷം വിഭവ സമാഹരണം സാധ്യമാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ക്യാപിറ്റൽ ഔട്ട്ലേ നിങ്ങൾക്ക് കൂട്ടണം, സർക്കാർ ഒരു മോഡൽ ഉണ്ടാക്കണം, എങ്കിലേ നിക്ഷേപം വരൂ. ഇവിടെ എവിടെ നിക്ഷേപിക്കണം എന്നതാണ് ചോദ്യം.
ഏത് സെക്ടറിൽ നിക്ഷേപിച്ച് തുടങ്ങണം? ഒറ്റ കണക്കേ എൻ്റെ മുന്നിലുള്ളൂ. ഈ IT ഇൻഡസ്ട്രിയുമായി വ്യവസായ പാർക്കുമായി ബന്ധപ്പെട്ട് സ്വകാര്യ വ്യവസായ പാർക്കുകൾ 16 എണ്ണം തുടങ്ങാൻ പോകുന്നു. അതിൽ 8 എണ്ണത്തിന് അനുമതി കൊടുത്തു കഴിഞ്ഞു. അതിന് 16 എണ്ണം ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ തുടങ്ങും. അതാണ് ഏറ്റവും പെട്ടെന്ന് തുടങ്ങാൻ പോകുന്ന സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതി. പക്ഷേ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് 1 ലക്ഷം കോടി രൂപയിലേക്ക് എത്തുക അസാധ്യമാണ് എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ആശങ്ക. മറുപടിയുണ്ട്, പക്ഷേ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രത്യയശാസ്ത്ര ശാഠ്യമാണ്. ഈ പ്രത്യയശാസ്ത്ര ശാഠ്യത്തിൽ നിന്നുള്ള വ്യതിചലനമായി പറയുന്നത് MG നാരായണൻ പറഞ്ഞിരിക്കുന്ന ഒരു വാചകത്തെക്കുറിച്ച് അടുത്ത കാലത്ത് വായിച്ചു. നമുക്കിന്നും മനസ്സിലാവുന്നത് 25 വർഷം കഴിഞ്ഞ് മാത്രമേ CPM-ന് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പലപ്പോഴും 25 വർഷം കഴിഞ്ഞു മാത്രമേ ആ നേട്ടത്തെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിന് വ്യത്യസ്ത നിലപാടുകളുണ്ട്. പാർട്ടി പറയുന്നത് അങ്ങനെയല്ല, മൂർത്തമായ സാഹചര്യത്തിൻ്റെ മൂർത്തമായ വിശകലനത്തിൽ നിന്നാണ് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴാണ് ആ മൂർത്തമായ സാഹചര്യം മനസ്സിലാവുന്നത്. പക്ഷേ 2014 TP ശ്രീനിവാസൻ ആഗോള വിദ്യാഭ്യാസ സംഗമത്തിൽ പോകുമ്പോൾ അന്ന് TP ശ്രീനിവാസനെ അടിച്ച് താഴെയിടുമ്പോൾ മൂർത്തമായ സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നയവ്യതിയാനം എന്ന് ഞാൻ പറയുന്നില്ല, മൂർത്തമായ സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്നതിൽ ഇത്രയും മൂർത്തമായ ഒരു വൈകൽ ഉണ്ടാവുന്നത് ശരിയല്ല എന്നൊരു നിലപാട് എനിക്കുണ്ട്. അതുകൊണ്ട് ബജറ്റ് ആശാവഹമാണോ എന്ന ചോദ്യത്തിന് ആശാവഹമാണ്. ആശങ്കയും ചോദ്യങ്ങളും ഒട്ടേറെയുണ്ട് എന്നുകൂടിയാണ് എൻ്റെ മറുപടി. നോക്കൂ, ആശാവഹം മാത്രമല്ല, ദിശാമാറ്റം കുറിക്കുന്ന ബജറ്റാണിത് എന്നാണ് എൻ്റെ പ്രാഥമികമായ അഭിപ്രായം. തകരില്ല, തളരില്ല, തകർക്കാനാകില്ല എന്ന് ദൃഢനിശ്ചയത്തോടു കൂടി പറയാൻ KN ബാലഗോപാലിന് കഴിഞ്ഞിട്ടുള്ളത്. ആ തരത്തിലുള്ളൊരു ദിശാമാറ്റം യഥാർത്ഥത്തിൽ കേരള സർക്കാർ ആലോചിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നോക്കൂ, ഇവിടെ തനത് വരുമാന വളർച്ചയിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തെക്കുറിച്ച് ബാലഗോപാൽ സവിസ്തരം പ്രസ്താവിക്കുന്നുണ്ട് ബജറ്റിൽ. 2021 47,660 കോവിഡ് കാലഘട്ടത്തിലാണ് എന്ന് നേരത്തെ CP ജോൺ വിശദീകരിക്കുന്നത് ശരിയാണ്. പിന്നീട് 21-22 58,380 ആകുന്നു. 22-23 71,968 ആകുന്നു. നടപ്പ് വർഷം അത് 78,000-നോട് അടുപ്പിച്ചു വരുന്നു എന്നുള്ളതാണ്. അടുത്ത ധനകാര്യ വർഷം അവസാനിക്കുമ്പോൾ തനത് നികുതി വരുമാനം ഇരട്ടിയാകുന്നു എന്നുള്ളത് അതൊരു സ്വപ്നതുല്യ നേട്ടമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കാണേണ്ടത് എന്ന് വെച്ചാൽ ഇന്നത്തെ സാഹചര്യമാണ്. ഈ സാഹചര്യം എന്ന് പറയുന്നത് 65 രൂപ സംസ്ഥാനം പിരിച്ചെടുത്താൽ കേന്ദ്രം 35 രൂപ തരിക എന്നുള്ളതാണ് സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളതെങ്കിൽ ഇപ്പോൾ 79 രൂപ പിരിച്ചെടുക്കുമ്പോൾ കേന്ദ്രം 21 രൂപ തരുന്നു എന്ന നിലയിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളതാണ്. അതായത് 100-ൽ 21 രൂപ മാത്രമാണ് കേന്ദ്രത്തിൻ്റെ സംഭാവന. ഇതൊരു അസാധാരണ സാഹചര്യമാണ്. 35 രൂപ കിട്ടിയെടുത്ത് നമുക്ക് 21 രൂപയായി ചുരുങ്ങുന്നു. അവിടെയാണ് നമ്മൾ പുതിയ മുദ്രാവാക്യം ഉയർത്തുന്നത്. പുതിയ മുദ്രാവാക്യം നിങ്ങൾ നേരത്തെ സംസാരിച്ച വിഷയത്തിലേക്ക് തന്നെ വരാം. ഈ വികസന സോൺ എന്ന ചൈനീസ് മാതൃക എന്നുള്ളത് നോക്കൂ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അരുൺ, ഇനിയിപ്പോൾ 1 സെൻറ്റ് സ്ഥലം ഏറ്റെടുത്ത് ഒരു വികസന പദ്ധതിയും നടപ്പാക്കാൻ സാധ്യമല്ല. ഇപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് ഇത്രയും വിവാദത്തിലാകാനുള്ള ഏക കാരണമെന്ന് ഞാൻ പറയുക ഈ മഞ്ഞക്കുറ്റിയാണ്. ഏതോ മണ്ടൻ ഉദ്യോഗസ്ഥൻ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അക്കാര്യത്തിലൊരു വ്യക്തതയില്ലാത്ത കേരളയിലെ ഉദ്യോഗസ്ഥന്മാർ ചെയ്തിട്ടുള്ള ഒരു അബദ്ധമാണത്. നിങ്ങളുടെ പറമ്പിൽ കൊണ്ടുവന്നൊരു കുറ്റി സ്ഥാപിച്ചാൽ, അതും സർക്കാരിൻ്റെ മഞ്ഞക്കുറ്റി സ്ഥാപിച്ചാൽ പിന്നെ ആ പദ്ധതിയെ സംബന്ധിച്ച് ജനങ്ങൾ വളരെ ശത്രുതാപരമായിട്ടല്ലേ വിലയിരുത്തുകയുള്ളൂ. അതേസമയം തന്നെ പുതിയ കാലഘട്ടത്തിൽ വികസന മാതൃകകൾ എന്ന് പറയുന്നത് എൻ്റെ 10 സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ ആ 10 സെൻറ്റ് സ്ഥലത്തിൻ്റെ മൂല്യമുള്ള ഓഹരി എനിക്ക് ആ പദ്ധതിയിൽ ഉണ്ടാവുക. അതേസമയം തന്നെ എനിക്ക് മറ്റൊരു ഭവനം അല്ലെങ്കിൽ ഒരു പാർപ്പിടം സർക്കാർ നൽകുക, എനിക്കതിൻ്റെ മൂല്യം തരിക. അങ്ങനെ വ്യത്യസ്ത രീതിയിലാണെങ്കിൽ മാത്രമേ ഞാനതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യപ്പെടുള്ളൂ. മൂലംപള്ളി എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ തന്നെ മാതൃകയുണ്ട്. ആ മാതൃകയിലൊന്നും ഇനി ആളുകൾ ഒരു വികസന പ്രക്രിയയിലും പങ്കാളിയാകാൻ പോകുന്നില്ല. ആ നിലയിൽ ഏതെങ്കിലും ഒരു സമൂഹത്തെ പറിച്ചെറിയാൻ ശ്രമിച്ചാൽ സമൂഹം ആകെ തന്നെ എതിർക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതാ ഞാൻ ദിശാമാറ്റം എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വിഴിഞ്ഞം പദ്ധതിയുടെ ചുറ്റുവട്ടത്ത് ഒരു 10,000 ഏക്കർ സ്ഥലം ഏറ്റെടുക്കുന്നതിനെ കുറിച്ചാണ്. നോക്കൂ, അവിടെ മത്സ്യത്തൊഴിലാളികൾ കൂടി, ഇവിടെ വിഴിഞ്ഞം എന്ന പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? നമ്മൾ വിദേശ നാണ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അവിടുത്തെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ ജീവനോപാധി ഇല്ലാതാക്കുന്നു എന്നുള്ളതാണല്ലോ ആ പദ്ധതിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. അവിടെയാണ് മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വികസന സോൺ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇത് എവിടെയും സാധ്യമാണ്, വിഴിഞ്ഞത്തിന് മാത്രമല്ല. ഇതൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു മാതൃകയായി നമുക്ക് എടുക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഉദാഹരണത്തിന് നമ്മൾ നെടുമ്പാശ്ശേരി വിമാനത്താവളം, ഞാൻ തന്നെ ഒരിക്കൽ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി കിട്ടിയ സമയത്ത് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നെടുമ്പാശ്ശേരി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആവിഷ്കരിച്ചൊരു പദ്ധതിയല്ലേ നമ്മൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്,
എന്തുകൊണ്ടാണ് ആ മാതൃക നമുക്ക് മറ്റ് മേഖലകളിലേക്ക് മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയാതിരിക്കുന്നത്? ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ MA യൂസഫ് അലി മുതലുള്ള വലിയ മുതലാളിമാർക്ക് മാത്രമാണല്ലോ അതിൽ തുടക്കത്തിൽ നിക്ഷേപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ആ നിലയിലുള്ള തുകയായിരുന്നു അതിനകത്ത് ആവശ്യം. അവർക്ക് കിട്ടുന്നത് 40% ഓഹരി വിഹിതമാണ്, ലാഭവിഹിതമാണ്. അപ്പോൾ ഒരു സാധാരണക്കാരന് ലഭ്യമാകാത്തത് ഒരു പണക്കാരനായ ആളിന് മാത്രം ലഭ്യമാകുന്ന രീതിയിൽ എന്തുകൊണ്ട് നമ്മൾ ഈ നെടുമ്പാശ്ശേരി പോലുള്ള മാതൃകകൾ ചുരുക്കിക്കളഞ്ഞു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അതെന്തുകൊണ്ട് നമുക്ക് പ്രവാസികളെ കൂടി ഉൾപ്പെടുത്തി മറ്റ് മേഖലകളിൽ, ചെറുകിട മേഖലകളിൽ ലാഭകരമായ വിധത്തിൽ സർക്കാരിൻ്റെ പങ്കാളിത്തത്തോടു കൂടി നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ മറുപടിയാണ് യഥാർത്ഥത്തിൽ ഈ ബജറ്റിൽ നമ്മുടെ ഈ വികസന സോൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദിശാമാറ്റം എന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സ്വകാര്യ നിക്ഷേപം വിദേശ സർവകലാശാലകളിലും ടൂറിസത്തിലും പൊതുവികസനം ഇവിടെയൊക്കെ നമുക്ക് പുച്ഛവും പരിഹാസവുമാണ്. ഇപ്പോൾ സ്വകാര്യ നിക്ഷേപം വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാവുക ശരിയാണ്. TP ശ്രീനിവാസനെ 15 കൊല്ലം മുമ്പ് അടിച്ച് താഴെ ഇടുമ്പോൾ അത് 15 കൊല്ലം 15 കൊല്ലം മുമ്പ് അടിച്ച് താഴെ ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആ കാലഘട്ടത്തിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. നോക്കൂ, അന്ന് തന്നെ കടകംപള്ളി സുരേന്ദ്രനാണെന്ന് തോന്നുന്നു അന്ന് തിരുവനന്തപുരത്തെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി. TP ശ്രീനിവാസൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തോട് മാപ്പ് പറയുകയും അടിച്ച് താഴെയിട്ട വിദ്യാർത്ഥിയെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അക്രമസമരം SFIയുടെ അക്രമസമരമായിരുന്നില്ല, അതൊരു സംഘർഷത്തിൽ ഒരാൾക്ക് പറ്റിയിട്ടുള്ള അബദ്ധം എന്നുള്ള നിലയിലാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ സമരം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ വരും വരായികൾ എന്താണ് എന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ പിൽക്കാലത്ത് അത് വിദേശ യൂണിവേഴ്സിറ്റികളുടെ ക്യാമ്പസ് കേരളത്തിൽ ഒരു കാലഘട്ടത്തിലും അനുവദിച്ചുകൂടാ എന്നില്ലല്ലോ. അത് സ്വാഭാവികമായിട്ടും നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ നവകേരള നയരേഖ പിണറായി വിജയൻ പിന്നീട് പാർട്ടി കോൺഗ്രസ്സിൽ, കണ്ണൂർ പാർട്ടി കോൺഗ്രസ്സിൽ അത് അംഗീകരിക്കുകയും ചെയ്തു. സീതാറാം യെച്ചൂരിയുടെ അഭിമുഖമൊന്നും പോകേണ്ട കാര്യമില്ല, നമുക്ക് പാർട്ടിയുടെ രേഖ തന്നെയുണ്ട്, പാർട്ടി കോൺഗ്രസ്സിൽ തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മൾ പോട്ടെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഒരു ദിശാമാറ്റമുള്ള ബജറ്റാണിത് എന്നാണ് എൻ്റെ അഭിപ്രായം. സുജയ പാർവതി, ഇക്കാര്യത്തിൽ യാഥാർത്ഥ്യബോധമില്ലാത്ത പല കാര്യങ്ങളും ഈ ബജറ്റിലുണ്ട്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു യാഥാർത്ഥ്യബോധം, ദിശാബോധം എന്ന് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ആശാവഹമാണ് നമ്മൾ പറയുമ്പോൾ, അതിൽ യാഥാർത്ഥ്യം ഇവിടെ നിൽക്കുന്നു, റിയൽ ആൻഡ് അൺറിയൽ. ഇതിൽ റിയാലിറ്റി ചെക്ക് നമ്മൾ നടത്തി നോക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ച ഒരു കാര്യം വളരെ പ്രസക്തമാണ്. എവിടെയാണ് ഇതെങ്ങനെയാണ് ഇത് നടപ്പാക്കാൻ പോകുന്നത്? ഈ 3 ലക്ഷം കോടി എന്ന് പറയുന്നത് കേൾക്കാൻ നല്ല സുഖമുണ്ട്. കേട്ടാൽ മാത്രം പോരല്ലോ, ആ കോടി ഇങ്ങ് വരികയും വേണം. അത് വരുന്നതിനായിട്ടുള്ള എന്താണ് ഒരു പ്രോജക്റ്റ് ഔട്ട്ലൈൻ വേണം, ഒരു ബ്ലൂ പ്രിന്റ് വേണം. ആ ബ്ലൂ പ്രിന്റ് ഈ ബജറ്റിൽ ഇത്രയും പേജുകളിലൂടെ കടന്നു പോകുമ്പോൾ ആ ബ്ലൂ പ്രിന്റ് ഈ ബജറ്റിലില്ല. കുറേ ആഗ്രഹങ്ങളാണ്, ആശകളാണ്. ആശ മാത്രം കൊണ്ടിരുന്നു കഴിഞ്ഞാൽ മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ പ്രഖ്യാപനങ്ങൾ, അത് ജനത്തിന് നിരാശ, ആ രീതിയിലേക്ക് പോകും. ക്ഷേമ പെൻഷൻ്റെ കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കിയത്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല. മാത്രമല്ല നേരത്തെയുള്ള കുടിശ്ശിക അത് കൊടുത്തു തീർക്കുന്നതിനായുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കും എന്നത് മാത്രമാണ് ബജറ്റിൽ പറയുന്നത്. സാധാരണക്കാരായ ജനങ്ങളെയൊക്കെ എതിരാക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷമൊക്കെ ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിനിടയിൽ പറഞ്ഞു പോവുകയാണ്. പക്ഷേ സാധാരണക്കാരെ അടുപ്പിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇതേ ധനമന്ത്രിക്ക് അറിയാമല്ലോ. ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ എവിടെ പോയി എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. സപ്ലൈകോയുടെ കാര്യത്തിൽ ഈ മുന്നണിയിൽ തന്നെ ഭിന്നസ്വരം ഉയർന്നില്ലേ? മന്ത്രി GR അനിൽ നിയമസഭയിൽ ഈ മന്ത്രിക്ക് കൈ കൊടുക്കാൻ പോലും തയ്യാറാകാത്ത സാഹചര്യമുണ്ട് എന്നത് വാർത്ത വരുന്നു. GR അനിലിൻ്റെ അതൃപ്തി അത് ധനമന്ത്രിക്ക് പരാതിയായി പോവുകയാണ്. അപ്പോൾ സപ്ലൈകോയ്ക്ക് കിട്ടേണ്ട തുക, സബ്സിഡിയായി കിട്ടേണ്ട 1094.55 കോടി രൂപ, അതേക്കുറിച്ച് പോലും മിണ്ടുന്നില്ല ഈ ബജറ്റ്. അപ്പോൾ അവഗണനയുണ്ട് എന്ന് മന്ത്രി തന്നെ പറയുന്നു. മാത്രമല്ല റവന്യൂ, ഭക്ഷ്യം, കൃഷി, മൃഗസംരക്ഷണം, CPI മന്ത്രിമാരുടെ വകുപ്പുകളോടെല്ലാം ആ ഹെഡറുകളിലെല്ലാം വലിയ അവഗണനയാണ്. നാമമാത്രമായ തുക അനുവദിച്ചിട്ടുണ്ട്, പാടെ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നില്ല. മൃഗസംരക്ഷണവും കൃഷിയും ഒക്കെ പല ഹെഡറുകളിലും കാണുന്നുണ്ട്. പക്ഷേ മന്ത്രിമാർക്ക് തന്നെ അതൃപ്തിയുണ്ട്. തങ്ങൾ ആവശ്യപ്പെട്ട പല കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടില്ല, വകുപ്പുകൾക്ക് അനുവദിച്ച വിഹിതം കുറഞ്ഞുവെന്ന് CPIയുടെ 4 മന്ത്രിമാർക്കും പരാതിയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പങ്കാളിത്ത പെൻഷന് പകരം പുതിയ പെൻഷൻ പദ്ധതി, അതിനായി പഠിക്കാൻ ഒരു സമിതിയെ നിയോഗിക്കുകയാണ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക്, അതായത് മുൻപുണ്ടായിരുന്ന ഓൾഡ് സ്കീമിലേക്ക് തിരിച്ചു പോവുകയല്ല, പക്ഷേ പുതിയ സ്കീമിലേക്ക് വരാൻ പോകുന്നു എന്ന സൂചന നൽകുന്നു. എന്നാൽ എന്തായിരിക്കും ആ പുതിയ സ്കീം എന്നുള്ളത് ഇനിയും പഠിക്കണം. അതായത് ഒരു പ്രതീക്ഷ നൽകുകയാണ്. ഈ നമ്മൾ പറയുമല്ലോ, സ്വപ്നങ്ങൾ വിൽക്കുന്ന ഒരു വ്യാപാരിയെ പോലെയാണ് ഇന്ന് ധനമന്ത്രി KN ബാലഗോപാൽ സഭയിൽ നിന്നത്. സ്വപ്നങ്ങൾ വിൽക്കുകയാണ്. 3 ലക്ഷം കോടി കൊണ്ടുവരുന്നു, പങ്കാളിത്ത പെൻഷന് പകരം പുതിയ സ്കീം കൊണ്ടുവരാൻ പോകുന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ആളുകൾക്കുണ്ടായിരുന്ന അനിശ്ചിതത്വം, ജീവനക്കാർ വലിയ രീതിയിൽ ആവശ്യപ്പെട്ടതാണ്. ഞങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഇത് ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തുടർ പരിശോധനയ്ക്കായി
ഒരു 3 അംഗ സമിതിയെ നിയോഗിക്കുന്നു എന്നൊരു പ്രഖ്യാപനമല്ലല്ലോ ഒരു ബജറ്റിൽ വേണ്ടത്. അതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്ക് വലിയ നിരാശയുണ്ട്. ജീവനക്കാർക്ക് എന്താണ് ആവശ്യം? അവർക്ക് അവരുടെ തുകയ്ക്ക്, അവർ സമ്പാദിക്കുന്ന പണത്തിന് സുരക്ഷിതത്വം നൽകുന്ന ഒരു പദ്ധതിയാണ് അവർക്ക് ആവശ്യം. അതേക്കുറിച്ചുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു ഇന്നത്തെ ബജറ്റിൽ വേണ്ടത്. മറ്റു സംസ്ഥാനങ്ങളിലെ പുതിയ പദ്ധതികൾ അപ്പോൾ പഠിക്കാതെയാണോ ഈ പങ്കാളിത്ത പെൻഷനിലേക്ക് പോയത് എന്ന ചോദ്യം, ആ ഒരു രാഷ്ട്രീയ ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. ഇനിയും പഠിക്കാൻ പോകുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും പദ്ധതികളായിട്ടില്ല. അല്ല, മറ്റ് സംസ്ഥാനങ്ങളിലെ പുതിയ പദ്ധതികൾ കൂടി പഠിച്ചായിരിക്കും ഇനി മാറ്റം. അഷ്വേർഡ് സ്കീം ആയിരിക്കും എന്ന് മാത്രമാണ് പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ DA കുറിച്ച് പറഞ്ഞല്ലോ, DAയിലെ ഒരു ഗഡു മാത്രമാണ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ആണ് കൊടുക്കുന്നത്. അതത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല. എടുത്തു പറയാൻ മാത്രം ആനക്കാര്യമൊന്നുമല്ല. അപ്പോൾ അതിലും എനിക്ക് നിരാശയാണ്. അടുത്തത് നമ്മൾ ഈ സൂര്യോദയ സമ്പദ്ഘടന, അത് ഡോക്ടർ അരുൺ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എങ്ങനെയാണ് അത് ഉദിക്കാൻ പോകുന്നത്? സൂര്യൻ ഉദിക്കണം. സൂര്യനെ കുറിച്ച് പറയുന്നത് നല്ലതാണ്. കാരണം സൂര്യൻ എന്ന പേരിൽ ചില വാഴ്ത്തുപാട്ടുകൾ. സമ്പദ്ഘടന എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ കേരളത്തിന്റെ സമ്പദ്ഘടന ആ രീതിയിലായിരിക്കുന്നത് അല്ലെങ്കിൽ ആക്കാൻ പോകുന്നത്? 8 വർഷം മുൻപ് നമ്മൾ കണ്ട കേരളമല്ല എന്നൊക്കെ കാവ്യാലങ്കാരങ്ങളോടുകൂടി പറഞ്ഞു പോകാനൊക്കെ നല്ല രസമുണ്ട്, കേൾക്കാനും നല്ല സുഖമുണ്ട്. പക്ഷേ അതിവേഗം നവീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഈ ബജറ്റില്ല. മൂന്നാമത്തെ കാര്യം, പിന്നെ ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ടുള്ള ഐഡിയകൾ, അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ എന്നൊക്കെ പറയുന്നു. വ്യത്യസ്തതയും വേഗതയും ഒക്കെ വേണം, അത് കേരളം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ 3 ലക്ഷം കോടിയുടെ നിക്ഷേപം എന്ന് പറയുന്ന ഐറ്റം 7, ഈ ബജറ്റിലെ ഐറ്റം 7 ആയി ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ കാര്യം എങ്ങനെയാണ് നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ളത് ധനമന്ത്രി തുടർന്ന് നടത്തിയ അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങൾ പല ചാനലുകളിലായി അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരിടത്തും വിശദീകരണം തരും. ശരി, ഉണ്ണി ബാലകൃഷ്ണൻ സാർ ശരിക്കും അദ്ദേഹത്തിന് കുറച്ചുകൂടി സാമ്പത്തിക കാര്യങ്ങൾ അറിയാം. അതുകൊണ്ടല്ല ബാലഗോപാൽ പറഞ്ഞത്. അല്ല, ഒരു സെക്കൻഡ് ഞാൻ പൂർത്തിയാക്കിക്കൂടെ? 3 വർഷത്തിനുള്ളിൽ 3 ലക്ഷം കോടിയുടെ നിക്ഷേപം എന്താണ് എന്നുള്ളത് അത് ആളുകൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം. മറ്റൊന്ന്, പുതുതലമുറ നിക്ഷേപ മാതൃക, അതിനായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകാൻ പോവുക എന്ന് പറയുന്നു. അപ്പോൾ പുതുതലമുറ നിക്ഷേപ മാതൃക നല്ലതാണ്, പലയിടങ്ങളിലും പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതാണ്. അതിൽ വിനോദസഞ്ചാരമായാലും IT ആയാലും IT അധിഷ്ഠിത സേവനങ്ങളായാലും സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ആയാലും അതിലൊക്കെ കേരളം ഒരു പുതിയ മോഡൽ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഗുഡ് മോഡൽസ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ അത് നടപ്പാക്കണം. അത് എങ്ങനെയാണ് നടപ്പാക്കുക എന്നതാണ് പറയേണ്ടത്. പിന്നെ മറ്റു ചില കാര്യങ്ങളിലേക്ക് കൂടി വരണമല്ലോ. ഈ സാമ്പത്തിക അല്ല, ഞാൻ ആദ്യ റൗണ്ട് പൂർത്തിയാക്കട്ടെ. നിങ്ങൾ ദീർഘമായി സംസാരിക്കുന്നത് നമ്മുടെ ബഡ്ജറ്റ് തെറ്റും. രണ്ടാം ഘട്ടത്തിലല്ല, ഇതൊന്ന് പൂർത്തിയാക്കട്ടെ. ഞാൻ പെട്ടെന്ന് പൂർത്തിയാക്കാം. അതായത് ഒറ്റ കാര്യം കൂടിയേ ഉള്ളൂ പറയാൻ. ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത് പ്രഖ്യാപനങ്ങളായി അവശേഷിക്കുന്നു എന്ന് പറയുന്ന ആ ചീത്തപ്പേര് മാറ്റാൻ ഇക്കുറിയെങ്കിലും ധനമന്ത്രി KN ബാലഗോപാലിന് കഴിയണം. അതിന് സാമ്പത്തിക സ്ഥിതി ഒപ്പം മൂലധന ചെലവ് ഇത് തമ്മിൽ പൊരുത്തപ്പെടുന്ന തരത്തിലുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള പദ്ധതികളാണ് നടപ്പാക്കി അദ്ദേഹം കാണിക്കേണ്ടത്. പിന്നെ ഈ ടൂറിസം, വിദ്യാഭ്യാസം, വ്യവസായം, പരിചരണം, ആരോഗ്യം, കായികം ഇത്രയും മേഖലയിലേക്ക് സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുന്നതും സ്വകാര്യ നിക്ഷേപം വരുന്നതിനോട് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നയമാറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ നയം മാറുമ്പോഴേക്കും അത് കൃത്യമായി നന്നായി നടപ്പാക്കിയ ഇടങ്ങളുണ്ട്. അതുപോലെ നടപ്പാക്കാനുള്ള ആർജവും കൂടി കാണിക്കണം. കാരണം നേരത്തെ ആട്ടിയകറ്റിയതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു മോഡൽ ഉണ്ടല്ലോ. അപ്പോൾ ആ K മോഡൽ ഇതിലും ഉണ്ടാകും എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് മാത്രമാണ് ഇതിൽ സന്തോഷമുണ്ടാക്കുന്ന കാര്യം. അപ്പോൾ 10 രൂപ മാത്രം കൂട്ടി റബ്ബർ കർഷകരെ അപമാനിച്ചത് കൂടി പറയട്ടെ. അങ്ങനെ അപമാനിക്കേണ്ടിയായിരുന്നു. ആ 10 രൂപ വേണ്ടെന്നേ. 170 180 അല്ല 250 ആക്കുമെന്ന് പറഞ്ഞാൽ 10 രൂപ കൂട്ടി അപമാനിക്കേണ്ട ആവശ്യമില്ല. 10 രൂപ കിട്ടിയ ആശ്വാസം പ്രകടിപ്പിച്ച റബ്ബർ കർഷകരുണ്ട്. അത് കുഴപ്പമില്ല. ഞാനും ഒരു റബ്ബർ കർഷകന്റെ മകളാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് 10 രൂപ വേണ്ടെന്നേ. 250 ആക്കാൻ പറ്റുമോ? കേന്ദ്ര സർക്കാർ 10 രൂപ കൂട്ടി അങ്ങനെ അപമാനിക്കണ്ട. റബ്ബറിന്റെ കാര്യത്തിലാണ് നമ്മൾ. അതെ, 250 രൂപ ആണ് പ്രകടന പത്രികയിലടക്കം വാഗ്ദാനമായി. 250 ആക്കും അധികാരത്തിലേക്ക് എത്തിയാൽ. രണ്ടാം വട്ടം അധികാരത്തിലേക്ക് എത്തുമ്പോൾ 250 അങ്ങനെ തന്നെയാണ് ഞാൻ ഓർക്കുന്നത്. 250. അപ്പോൾ 170 നിന്ന് 10 മാത്രം കൂട്ടിയത് ശരിയാണോ? 4ാമത്തെ ബജറ്റ്, 3ാമത്തെ സമ്പൂർണ്ണ ബജറ്റാണിത്. അപ്പോൾ 10 മാത്രം കൂട്ടിയാൽ മതിയോ? ശരി. അല്ല, റബ്ബർ ഒരു കാർഷികോൽപ്പന്നമാണോ? അതെ. ആണോ? അല്ല, നാണ്യവിളയാണ്. കാർഷികോൽപ്പന്നമാണ്. അതെ, നാണ്യവിളയാണോ? നാണ്യവിളയാണ്. കേന്ദ്ര സർക്കാർ അതിനെ ഒരു കാർഷികോൽപ്പന്നമായി പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ. അതിനെ കാർഷികോൽപ്പന്നമാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് താങ്ങുവില നൽകേണ്ടി വരും. അപ്പോൾ കേന്ദ്ര സർക്കാരിനോട് നമുക്കൊരു താങ്ങുവില പ്രഖ്യാപിക്കണമെന്ന് പറയാൻ പ്രകടന പത്രികയിൽ കേന്ദ്ര സർക്കാർ ഇപ്പം നിങ്ങൾക്ക് കേരള സർക്കാരിനോട് ഇതിനൊരു താങ്ങുവില നിശ്ചയിക്കണമെന്ന് പറയാം. അതൊരു കാർഷികോൽപ്പന്നമാണ്. കേന്ദ്ര സർക്കാരിനോട് പറയാൻ പറ്റുമോ? പറയണം. അതെങ്ങനെ കാർഷികോൽപ്പന്നം അല്ലാത്തതിന് എങ്ങനെയാണ് താങ്ങുവില? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതറിയാതെയാണോ അപ്പോൾ അധികാരത്തിലെത്തിയാൽ റബ്ബറിന് 250? ഞാൻ ഒന്നുകൂടെ നോക്കാം. അധികാരത്തിലെത്തിയാൽ വാചകം ഇങ്ങനെയാണ്: അധികാരത്തിലെത്തിയാൽ റബ്ബറിന് 250 രൂപ താങ്ങുവില. അങ്ങനെ വാഗ്ദാനം ചെയ്തോ? കേരളത്തിൽ അങ്ങനെ പ്രഖ്യാപിക്കാം. കാരണം കേരളത്തിൽ 250 അല്ലെന്നേ, 300 രൂപ താങ്ങുവില പ്രഖ്യാപിക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ സർക്കാർ 10 രൂപ മാത്രമേ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. 180 ആക്കി കുറവാണ് എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിനോട് നമുക്ക് പറയാൻ പറ്റുമോ താങ്ങുവില വർദ്ധിപ്പിക്കണമെന്ന്? താങ്ങുവില ഏർപ്പെടുത്തണമെന്ന്? താങ്ങുവില വർദ്ധിപ്പിക്കണമല്ലോ, താങ്ങുവില ഏർപ്പെടുത്തണമെന്ന് പറയാൻ പറ്റുമോ?
പറയാൻ പറ്റുമോ ഇല്ലയോ? ചോദ്യമാണ്. അല്ല കാര്യം ചോദ്യമല്ല. കാർഷികോൽപ്പന്ന അല്ല കേന്ദ്രത്തിന്റെ കണക്കിൽ. നാണ്യവിളയാണ്. അപ്പോ അല്ലെന്ന്. അല്ലെന്ന് അതുമല്ല, അതല്ലേ പ്രശ്നം. മിനിമം സപ്പോർട്ട് പ്രൈസിന്റെ നാണ്യവിള എന്ന് പരിധിയിലേ പറയുന്നത് നമ്പർ ഇല്ല കാർഷികോൽപ്പന്നത്തിനാണ് നാണ്യവിള എന്നുള്ളതാണ്. എന്ന് പറയാ. മാത്രവുമല്ല ഈ പോട്ടെ, ASEAN കരാർ അടക്കം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ല, സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ട് കൊടുക്കാത്തതിനെ പറ്റി പറഞ്ഞിട്ട് പോകും. അതല്ലേ ഞാനിപ്പോൾ ചോദിച്ചത്. അതെ, പക്ഷെ 10 രൂപ സംസ്ഥാനത്തിന്റെ ബജറ്റ് നമുക്ക് ഒരു കാര്യം നോക്കൂ. നമുക്ക് സംസ്ഥാന സർക്കാരിനെ ഒരു നിശ്ചിതമായി ഘടകകക്ഷി ആവശ്യപ്പെട്ടതാണ്. നമുക്ക് സംസ്ഥാന സർക്കാരിനെ നിശ്ചിതമായി വിമർശിക്കാം. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ലാന്ന് നമുക്കറിയാം. എന്നാലും 10 രൂപയെ കൂട്ടിയിട്ടുള്ളൂ. കൂട്ടിയത് പോരാ എന്നുള്ളതാണ്. നമ്മൾ പിന്നെ ആവർത്തിച്ച് പറയാണ്, 1 രൂപ പിരിച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 20 പൈസയാണ്. ബീഹാറിന് 17 രൂപ 74 പൈസയാണ്. നോക്കൂ, ഇതാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത്, കേരളത്തിന് കൊടുക്കുന്നത്. അതിനകത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം. അവിടെയാണ് 70 രൂപ കൊടുക്കുന്നു പിരിച്ചെടുക്കുന്ന തുകയിൽ. അവിടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 79 രൂപ പിരിച്ചെടുക്കുമ്പോൾ 21 രൂപയായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ സർക്കാരിനെ ശപിക്കാം. പക്ഷേ നയപരമായ തീരുമാനം റബ്ബറിന്റെ കാര്യത്തിൽ എടുക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാർ. മുൻ കേന്ദ്ര സർക്കാരാണ് ASEAN കരാർ ഒപ്പിട്ടുള്ളത്. ഈ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഇതിനെ ഒരു നാണ്യവിളയായിട്ടോ ഇതിനെ ഒരു കാർഷികോൽപ്പന്നമായോ കൂട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് പോയിട്ട് നരേന്ദ്രമോദിയോട് പറയാൻ പറ്റില്ല ഇതിനൊരു താങ്ങുവില നിശ്ചയിക്കണമെന്ന്. നമുക്ക് ഉത്തരേന്ത്യൻ്റെ എല്ലാ കാർഷികോൽപ്പന്നങ്ങൾക്കും താങ്ങുവിലയുണ്ടല്ലോ. എൻ്റെ കേരളത്തിലെ ഈ റബ്ബറിന്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഈ റബ്ബറിന് അത് സാധ്യമാകാത്തത്? RBIയുടെ കണക്കാണ് ഇന്നിപ്പോൾ ബഡ്ജറ്റിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. KN ബാലഗോപാൽ 100 രൂപ പിരിച്ചെടുക്കുമ്പോൾ കേരളത്തിന് ആകെ കിട്ടുന്നത് 21 രൂപ. 79 രൂപയും കേരളം തന്നെ ഉണ്ടാക്കണം. ഉത്തർപ്രദേശിൻ്റെ കാര്യത്തിൽ 46 രൂപയാണ് ഉത്തർപ്രദേശിന് കൊടുക്കുന്നത് 100 രൂപ പിരിച്ചെടുക്കുമ്പോൾ. ബീഹാറിൻ്റെ കാര്യത്തിലാണ് 170 രൂപയും കൊടുക്കുന്നത്. RBIയുടെ കണക്കാണ്. പെറ്റുകൂട്ടുന്നതാണോ അടിസ്ഥാനം? RBIയുടെ കണക്കനുസരിച്ച് അങ്ങനെയാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും മറ്റൊന്ന് 3 ലക്ഷം കോടിയെ കുറിച്ച് അങ്ങ് എന്തോ പറയാന്ന് പറഞ്ഞു. അല്ല, 3 ലക്ഷം കോടിയെ കുറിച്ച് പിന്നീട് ബജറ്റ് പ്രസന്റേഷന് ശേഷം ബാലഗോപാൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ ചോദ്യം ഉയരുന്നുണ്ട്. ഇത് ഭയങ്കര ഒരു അടിസ്ഥാനരഹിതമായ ഒരു പറച്ചിലല്ലേ, ഈ കണക്ക് പറച്ചിലല്ലേ എന്ന് പറയുമ്പോൾ അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് മാത്രമാണ്. അത് കൺവിൻസിംഗ് ആണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം കൊച്ചിയിൽ ഹൈഡ്രജൻ ഹബ്ബ് വരുന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 25,000 കോടിയുടെ നിക്ഷേപം വരുമെന്നാണ് ബാലഗോപാൽ പ്രതീക്ഷിക്കുന്നത്. ഒരു വർഷത്തെ കാര്യമാണ്. അതുപോലെ ടൂറിസം മേഖലയിൽ 10,000-ഓളം മുറികൾ അടിയന്തരമായി വേണ്ടിവരും. അത്തരത്തിലൊരു വലിയ നിക്ഷേപം വരാനിരിക്കുന്നു. അതേപോലെ 10,000 കോടി രൂപയുടെ ലൈഫ് പദ്ധതി 2 വർഷം കൊണ്ട് നടപ്പാക്കും എന്നാണ് പറയുന്നത്. അതായത് മാനുഫാക്ചറിങ് മേഖലയിലേക്ക് 10,000 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ എക്കണോമി വളരെ ഊർജിതമാകും എന്ന് പറയുന്നു. പിന്നെ വിഴിഞ്ഞം ഒരു പ്രധാനപ്പെട്ട സോണായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ആ വിഴിഞ്ഞത്ത് നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന 10,000 കോടി രൂപ. അത് മാത്രമല്ല ഈ രീതിയിൽ വരുമ്പോൾ നമ്മളുടെ ഈ ഇൻഫ്രാസ്ട്രക്ചറുമായി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി വരുന്ന മറ്റ് ഡെവലപ്മെൻറ്റ് സോണുകൾ കൂടി വരുമ്പോൾ ഇത്തരത്തിൽ ഈ 3 ലക്ഷം കോടി രൂപ കൃത്യമായി അക്കൗണ്ടിലേക്ക് വരും എന്നല്ല, ഒരു ഔട്ട്ലേ ആണ്. ആ ഔട്ട്ലേയിൽ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. ഇത്തരം സാധ്യതകളുണ്ട് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതായത് ഉണ്ണിപ്രകാശൻ, ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എങ്ങനെയാണ് നിങ്ങൾ ഒരു സ്വകാര്യ വ്യക്തി നിങ്ങളിൽ നിക്ഷേപം നടത്തുക? നിങ്ങളത് കാണിച്ചു കൊടുക്കുകയാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിൽ സർക്കാർ എടുത്ത ഇനിഷ്യേറ്റീവിന് പിന്നാലെയാണ് സ്വകാര്യ മേഖല എത്തുന്നത്. അവിടെ സർക്കാർ 8,000 കോടിക്കടുത്ത് അവിടെ മുടക്കുകയാണ്. 4,600 കോടി രൂപ ഇനി മുടക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ക്യാപിറ്റൽ ഔട്ട്ലേയുടെ കൂടെ വരുന്നതാണ്. അങ്ങനെ ഒരു വർഷം മുഴുവൻ കേരള സംസ്ഥാനത്തിൻ്റെ പദ്ധതി വിഹിതത്തിൽ ക്യാപിറ്റൽ ഔട്ട്ലേ എന്ന് പറയുന്നത് 14,000 കോടിയാണെന്നേ. ആ 14,000 കോടി വെച്ചുകൊണ്ട് ഇതുവരെയും വലിയ രീതിയിലുള്ള നിക്ഷേപം സമാഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 15,000 കോടിയാണ് ഇനി വരുന്ന സാമ്പത്തിക വർഷം ക്യാപിറ്റൽ ഔട്ട്ലേ ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് അത് മറ്റ് സ്വകാര്യ വ്യക്തികളെ ആശ്രയിക്കാൻ കഴിയുക എന്നതാണ് എൻ്റെ ചോദ്യം. പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ വിഴിഞ്ഞം ഹബ്ബൊക്കെ ഉണ്ടാവുക, ആ വിഴിഞ്ഞം ഹബ്ബ് ഒരു ടൗൺഷിപ്പായി തീരുക. 50 കിലോമീറ്റർ പരിസരത്താണ് വിഴിഞ്ഞത്തിൻ്റെ ടൗൺഷിപ്പ് വരാൻ പോകുന്നത് എന്നാണ്. തീർച്ചയായും അതൊരു വലിയ വികസന സാധ്യതയാണ്. ഞാനതിനെ നെഗറ്റീവായിട്ട് കാണുന്നത്. അതിൻ്റെ ഫ്രൈറ്റ് മൂവ്മെന്റ് ഒന്ന് ആലോചിച്ചു. ഫ്രൈറ്റ് മൂവ്മെന്റ് വളരെ വലുതായിരിക്കും. ഫ്രൈറ്റ് മൂവ്മെന്റിന് വേണ്ടി തന്നെ ഈ 6 വരി പാത നിർബന്ധമായും വേണ്ടി വരും. മുതലപ്പൊഴിയിൽ അടക്കം വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം അവിടെ ഇത് വരാൻ പോകുന്നു, പോർട്ട് വരാൻ പോകുന്നു. അതെ, കേരളത്തിന്റെ ഇക്കോണമിയെ അടിമുടി മാറ്റുന്നൊരു സംഭവമായിട്ട് വിഴിഞ്ഞം റിഫ്ലക്ഷൻ ഉണ്ട്, വിഴിഞ്ഞത്തിന് പ്രതിഫലനമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിനെ വളരെ മാതൃകാപരമായി കാണണം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാർ അവിടെയാണ് ഈ ചൈന ഡെവലപ്മെന്റ് സോൺ ആദ്യം ഉപയോഗിക്കാൻ പോകുന്നത്. അവിടെയായിരിക്കും. അതാണ് വിഴിഞ്ഞം ഹബിന്റെ മേഖലയിലായിരിക്കും ചൈന ഡെവലപ്മെന്റ് സോൺ വരിക. ഡെങ് സിയോപിങ് പറഞ്ഞിട്ടില്ലേ, പൂച്ച കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും എലിയെ പിടിച്ചാൽ മതി. ആ നിലപാടിലേക്ക് ഇപ്പോൾ കേരളത്തിലെ പാർട്ടിയും എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ബജറ്റ് ആശാവഹമോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് 3
നോ എന്ന് 1. നോ എന്ന് 1. യു. ഓക്കെ. യാ. Meet the editors.